നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് നോമ്പ് നോക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും റമദാൻ ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല കേട്ടോ, ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നീർദോശ. നീർദോശ ഞാൻ ഓൾറെഡി 2-3 വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അരി അരച്ചിട്ടുണ്ടാക്കുന്ന നീർദോശയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ പൊടി വെച്ചിട്ട്, റൈസ് പൗഡർ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നീർദോശ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന സാമ്പാർ, ഇൻസ്റ്റന്റ് സാമ്പാർ ആയിരുന്നു. സാമ്പാർ പൊടി അതുപോലെ തന്നെ തേങ്ങയൊന്നും ഇല്ലാത്ത സാമ്പാർ വീഡിയോ കാണാൻ മറക്കരുത്. വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണത്. മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. അപ്പൊ കുറെ പേര് തയ്യാറാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള നീർദോശ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നീർദോശ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള നീർദോശ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് വളരെ നൈസ് ആയിട്ടുള്ള അരിപ്പൊടി. ഞാനിവിടെ ഡബിൾ ഹോസിന്റെ പത്തിരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ്. നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ തന്നെ വറുത്തിട്ടുള്ളതാണ്. നമ്മൾ പിന്നെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ വറുക്കാത്ത പൊടി വെച്ചിട്ടുണ്ടാക്കാം. കാരണം ഞാൻ ആദ്യം ചെയ്തിരുന്ന വീഡിയോ എന്ന് പറയുന്നത് അരി കുതിർത്ത് അരച്ചിട്ടുള്ളതാണ്. അപ്പോൾ വറക്കാത്ത പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം പൊടി, വറക്കാത്ത പൊടിയും ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പുട്ടുപൊടി ഉപയോഗിക്കാം. പുട്ടുപൊടി ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം മിക്സിയിലിട്ട് നരച്ച് നല്ല നൈസാക്കി എടുത്താൽ മതി. അപ്പോൾ ഏത് പൊടി വെച്ചിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് പൊടി മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ എല്ലാവരും ഈ വെറുതെ പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്, സോഫ്റ്റ്നെസ്സിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അരച്ചുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മിക്സി ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, പൊടിയും വെള്ളം കൂടിയിട്ട്. പക്ഷേ മിക്സി ഉള്ളവർ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ 1 ഗ്ലാസ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ശ്രദ്ധിച്ച് ചേർക്കണം. ആവശ്യമെങ്കിൽ പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ഗ്ലാസ് വെള്ളം. സാധാരണ വെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1 സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം നമുക്ക് ഇനി ആവശ്യമുണ്ട്. പക്ഷേ ആദ്യം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. 1 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പൊടിക്കുന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് ഒഴിച്ച് വെച്ചാൽ മതി. അല്ലാണ്ട് ഒരുമിച്ച് ഇപ്പോൾ 2 ഗ്ലാസ് പൊടിയൊന്നും ഒരുമിച്ച് അരയ്ക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സിയിലൊന്ന് 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരിപ്പൊടി അരച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ നീർദോശയ്ക്ക് കേട്ടോ. ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ അരിപ്പൊടി നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ഇനി വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. അടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് മിക്സായി കിട്ടിക്കോളും. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെറും മോരും വെള്ളം പോലെ ഇരിപ്പുണ്ട് ഇത് സംഭവം. ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ നീർദോശ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ്. അതായത് മറ്റേ ഇലക്ട്രിക് അതിൽ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷൻ വരുന്നില്ല. അപ്പോൾ ഗ്യാസിൽ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് വെച്ചിട്ടല്ല അരച്ചിട്ടുണ്ടായിരുന്നത്. 1/4 ഗ്ലാസും കൂടി വെള്ളം എക്സ്ട്രാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 1.25 ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ അരിപ്പൊടി അനുസരിച്ചും അതിൽ മാറ്റം വരും. അപ്പോൾ പുട്ടുപൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് ആദ്യം തന്നെ ഒരു ദോശ ചെയ്ത് നോക്കുക. അതിന് ശേഷം കറക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ സമയം വെള്ളം കൂടിയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മിക്സ് ചെയ്തതിന് ശേഷം കൈലിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് കളർ കാണണം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ അത് ഇതേപോലെ നമുക്ക് കാണാനും പറ്റണം. ആ വര, അതാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി നമുക്കൊരു തവ ചൂടാക്കാൻ വെക്കുക അടുപ്പത്ത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം എപ്പോഴും നമുക്ക് തീ വെക്കാൻ. ഈ തവ എപ്പോഴും നല്ല ചൂടായിട്ടിരിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കുന്ന തവയിലോട്ടാണ് ദോശമാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റിയതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ ഓരോ പ്രാവശ്യവും ചൂടിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ തവയായതുകൊണ്ട് നമ്മളിതിൽ എണ്ണ പുരട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതേസമയം നിങ്ങളുടെ ഇരുമ്പിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എണ്ണ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഈ ദോശ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ എണ്ണയൊന്നും തടവി കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ട് നമ്മുടെ ഈ തവ ചൂടാവട്ടെ. പക്ഷെ തവ നന്നായി ചൂടായിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ
മാവ് എടുക്കുന്നേക്കാളും മുമ്പായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഡവർ ഉണ്ടെങ്കിൽ ഡവർ വെച്ചിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു നല്ല വലിയ തവി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുണ്ടായിരിക്കണമെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഹോൾസ് വരില്ല കേട്ടോ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ നൈസായിട്ട് വായയിൽ വെച്ച് അലിഞ്ഞു പോകുന്ന ദോശയാണിത്. നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് തീ കുറച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതുപോലെ അങ്ങ് വിട്ട് വരും. അപ്പോൾ കറക്റ്റ് വേവ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. നമുക്കിങ്ങനെ മടക്കി വെക്കാം, അല്ലെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയതിന് ശേഷം നമുക്ക് എടുക്കാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും നമ്മുടെ ഈ തവ ഒന്ന് തുടച്ചു കൊടുക്കണം. എണ്ണയിട്ട് തുടയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നതാണ്, പൊടിയുടെ ആ ഒരു അംശങ്ങളൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി തീ നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് വെക്കണം. നല്ല ചൂടായിരിക്കുന്ന സമയത്ത് വീണ്ടും മാവ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഒരുപാട് കട്ടിക്ക് ഒഴിക്കണ്ട. വേണമെങ്കിൽ ഒന്ന് ചുറ്റിച്ച് കൊടുത്തോ, എല്ലാ ഭാഗത്തേക്കും ആയിക്കോട്ടെ. ഗ്യാപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഒഴിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ളൂ പരിപാടി. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നീർദോശ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് തീ കുറയ്ക്കുക, അതിനുശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ദോശയും സൈഡിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മടക്കി വയ്ക്കുക. ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ടിഷ്യൂ പേപ്പർ ദോശ എന്ന് ഇതിനൊരു പേരുണ്ട്. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട്. അപ്പം അതുപോലെ തന്നെ എല്ലാതും ഒരു കപ്പ് പൊടി വെച്ചിട്ട് എനിക്കൊരു 10 ദോശയാണ് എൻ്റെ ഈ ഒരു അളവിൽ കിട്ടുന്നത് കേട്ടോ. ഈ തവയുടെ വലിപ്പനുസരിച്ച് 10 ദോശയാണ് കിട്ടുന്നത്. വേറൊരു രീതിക്ക് ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നല്ല ചൂടായിരിക്കുന്ന തവയിലോട്ട് ഒഴിച്ച വശം തന്നെ നമ്മുടെ തവ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നല്ല നൈസായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹോള് വരും. അതിനൊരു ഇച്ചിരി പ്രാക്ടീസ് വേണം കേട്ടോ, എന്നാലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ ചെയ്താലും മതിയാകും. ഇനി അടച്ചു വയ്ക്കാം. അപ്പോൾ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബാക്കി മാവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം പുറത്തെടുത്തിട്ട് ഒന്ന് തണുപ്പാറിയതിന് ശേഷം ഉണ്ടാക്കുക. തണുപ്പോട് കൂടി ഉണ്ടാക്കണ്ട, തണുപ്പാറിയതിന് ശേഷം ഉണ്ടാക്കാം. ഇത് എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. തേങ്ങാപ്പാലും പഞ്ചസാര ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ മുട്ടക്കറിയോ ചിക്കൻ കറിയോ വെജിറ്റേറിയൻ്റെ ഏത് കറിയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സോയ, അതുപോലെ തന്നെ കോളിഫ്ലവർ, പിന്നെ അതിന് മുമ്പ് ഉണ്ടാക്കിയിരുന്ന പൊട്ടറ്റോ, അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ കുറുമ, എല്ലാത്തിൻ്റെ കൂടെ പോകുന്നൊരു അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് മുട്ടക്കറിയാണ്. മുട്ടക്കറി എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള മുട്ടക്കറി. ഞാൻ ഒരുപാട് തരത്തിലുള്ള മുട്ടക്കറിയുടെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട, ഇത് വളരെ സോഫ്റ്റ് ആണ്. നമ്മുടെ അരി അരച്ച് വെച്ചിരിക്കുന്ന അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ടേസ്റ്റിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും എന്താ തയ്യാറാക്കി നോക്കുക നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നോമ്പിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ ടേസ്റ്റ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇതിൻ്റെ ടെക്സ്ചർ അത്രയും സോഫ്റ്റാണ്, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇവിടെ റവിയുടെ കുക്കിംഗ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ കുക്കിംഗ് ക്ലാസ്. എന്താ ചെയ്യാ, ഒരു അമ്മ കൂടെ ഉണ്ടായിരുന്നിട്ട് അവർ അല്ല, ഇവരുടെ അക്കാഡമിക് ഇയറിന്റെ ഒരു കരിക്കുലത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് എടുത്തതാണ്. എന്തായാലും കൊള്ളാം. അപ്പൊ അവരുടെ അടുത്തുനിന്ന് എനിക്ക് പഠിക്കാൻ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഇന്റർനാഷണൽ ലെവലായിട്ടുള്ള കുക്കിംഗ് ടിപ്സ് അല്ലേ അവി? അങ്ങനെ ആദ്യത്തെ അവിയുടെ കുക്കിംഗ് സെഷൻ കഴിഞ്ഞു. സാലഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.